ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ബ്യൂട്ടി ഓഫ് മാത്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു തിയറമാണ്. എക്സാമിനേഷനൊക്കെ ചോദിച്ചിട്ടുള്ളൊരു തിയറമാണ്. 2 പാർട്ടാണ് ഈ തിയറത്തിൽ വരുന്നത്. വേണമെങ്കിൽ ഈ തിയറം കംപ്ലീറ്റ് ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു പാർട്ടായിട്ട് വേണമെങ്കിലും എക്സാമിനേഷൻ ചോദിക്കാം. സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ലെറ്റ് ജി ബി എ സൈക്ലിക് ഗ്രൂപ്പ് വിത്ത് ജനറേറ്റർ എ. ജി എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്. അതിൻ്റെ ജനറേറ്റർ എ ആണ്. ഫസ്റ്റ് വൺ, ഇഫ് ദ ഓർഡർ ഓഫ് ജി ഈസ് ഫൈനൈറ്റ്. ആ മുകളിൽ പറഞ്ഞ എ ജനറേറ്ററായിട്ടുള്ള ജി എന്ന് പറയുന്ന സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ആ ജി മസ്റ്റായിട്ടും ഇസഡ് പ്ലസുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. സെക്കൻഡ് വൺ, ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞ ആ ജി, അതേ ജി, ഓക്കെ, ആ ജി അതിൻ്റെ ഓർഡർ ഫൈനൈറ്റ് ആണെങ്കിൽ, ഫൈനൈറ്റ് ഓർഡർ ആണെങ്കിൽ ആ ജി മസ്റ്റായിട്ടും ഇസഡ് എൻ പ്ലസ് എന്നുമായിട്ട് ഐസോമോർഫിക് ആയിരിക്കും. ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൂഫും ശ്രദ്ധിക്കുക. ഓക്കെ, അന്നേരം നമുക്ക് ഫസ്റ്റ് ഈ ഫസ്റ്റ് പാർട്ട് തെളിയിക്കാം. അന്നേരം നമ്മുടെ കയ്യിലുള്ളത് ജി ഒരു സൈക്ലിക് ഗ്രൂപ്പാണ് എന്ന് സ്റ്റേറ്റ്മെൻറ്റിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ജനറേറ്റർ എ ആണ്. അന്നേരം ജി എന്ന് പറയുന്നതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എ. കാര്യം എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ് ജി എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അത് നമ്മൾ ആദ്യം എഴുതി. ഫസ്റ്റ് നമ്മൾ ആ ജിയുടെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ ഈ ജി ഐസോമോർഫിക് ടു ഇസഡ് പ്ലസ് എന്ന് നമുക്ക് തെളിയിക്കാനുള്ളത്. അന്നേരം ഫസ്റ്റ് നമ്മൾ ഈ എയ്ക്ക് എ ജനറേറ്ററായിട്ടുള്ള ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണ് എന്നെടുക്കുന്നു. അതൊരു ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് എന്നെടുക്കുന്നു. ഓൾറെഡി സൈക്ലിക് എന്ന് തന്നിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ ആ ജിയുടെ ഓർഡർ ഇൻഫൈനൈറ്റും തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ് ജി എന്ന് എടുത്തിരിക്കുന്നത്. ഓക്കെ, അന്നേരം എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന ഗ്രൂപ്പാണ്. എ കൊണ്ട് ജനറേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെ എലമെൻറ്റിൻ്റെ ഫോം എ റൈസ് ടു ഇൻറ്റിജർ എന്നുള്ള ഫോമിലായിരിക്കും. ഓക്കെ, അന്നേരം ജി ഈസ് ഈക്വൾ നമുക്ക് ഇങ്ങനെ എഴുതാം: by definition of cyclic subgroup generated by A, which is equal to set of all A raised to n such that n belongs to Z. That means A raised to integer എന്നുള്ള ഫോം. അതായത് A raised to 0, A raised to 1, A raised to -1, A raised to 2, A raised to -2, A raised to 3, A raised to -3. ഇങ്ങനെ രണ്ട് സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഒരിക്കലും അവസാനിക്കില്ല. കാര്യം ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, സിൻസ് ജി ഈസ് ഇൻഫൈനൈറ്റ്, ജി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് തന്നെ then for all positive integers m, a raised to m not equal to e. അതായത് ഈ ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൻ്റെ ജനറേറ്ററാണ് എ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ജിയിലുള്ള ജി എന്ന് പറയുന്നത് ഇൻഫൈനൈറ്റ് ആണ്. ജി എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റിനെയും നമുക്ക് എ റൈസ് ടു സം നമ്പർ എന്നുള്ള ഫോമിൽ എക്സ്പ്രസ് ചെയ്യാം. ഇതൊരിക്കലും അവസാനിക്കില്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, അങ്ങനെയെങ്കിൽ ഒരിക്കലും എ റൈസ് ടു ഒരു ഇൻറ്റിജറിന് ഐഡൻറ്റിറ്റി കിട്ടില്ല. കാര്യം എന്താണ്? കാര്യം ഈ ഗ്രൂപ്പ് ഇൻഫൈനൈറ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ ഫൈനൈറ്റ് ഗ്രൂപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് ജി ഈസ് ഈക്വൽ ടു ഗ്രൂപ്പിൽ എലമെൻറ്റ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക: എ റൈസ് ടു 0, ദാറ്റ് മീൻസ് ഐഡൻറ്റിറ്റി, പിന്നെ എ റൈസ് ടു 1, എ റൈസ് ടു 2, എക്സെട്ര എ റൈസ് ടു n-1 ആണെന്ന് വിചാരിക്കുക. ഗ്രൂപ്പിൽ n എലമെൻറ്റ്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ ഇപ്പോൾ എ റൈസ് 0, എ റൈസ് ടു 1, എ റൈസ് ടു 2, എക്സെട്ര എ റൈസ് ടു n-1. ഇനി എ റൈസ് ടു n എന്ന് വെച്ചാൽ എന്തായിരിക്കും? കാര്യം ഈ ഗ്രൂപ്പിൽ മൊത്തം എത്ര എലമെൻറ്റാണ് ഉള്ള? n എലമെൻറ്റ്സാണ്. ഓക്കെ, n എലമെൻറ്റ്സാണ്. ഇനി അടുത്ത എ റൈസ് ടു n എന്ന് വെച്ചാൽ എന്താണ്? എ റൈസ് എന്ന് വെച്ചാൽ വീണ്ടും ഐഡൻറ്റിറ്റി എ റൈസ് ടു n ഈക്വൽ ടു ഇ. ഓക്കെ, ഇനി അടുത്ത എ റൈസ് ടു n+1, എ റൈസ് ടു n+1 എന്ന് വെച്ചാൽ എ റൈസ് ടു 1 ഈക്വല. അടുത്ത എ റൈസ് ടു n+2 എന്ന് വെച്ചാൽ എ സ്ക്വയറിന് ഈക്വല. അങ്ങനെ പോകും. ഓക്കെ, അന്നേരം അവിടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ നമുക്കറിയാവുന്നത് കൊണ്ട്, n ഓർഡർ ആയതുകൊണ്ട് എന്ത് പവറിൽ വീണ്ടും ഐഡൻറ്റിറ്റി ആയിരിക്കും വരുന്നത്. ഓക്കെ, പക്ഷേ ഇവിടെ ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഇൻഫൈനൈറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് ഒരിക്കലും എലമെൻറ്റ്സ് റിപ്പീറ്റ് ചെയ്ത് വരില്ല. എലമെൻറ്റ്സ് ഇങ്ങനെ രണ്ട് സൈഡിലും എക്സ്റ്റെൻഡ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. അതുകൊണ്ട് എയുടെ പവറിൽ ഏത് നമ്പർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലും ഒരിക്കലും അവിടെ എന്ത് കിട്ടില്ല? ഐഡൻറ്റിറ്റി കിട്ടില്ല എന്നുള്ള കാര്യം ക്ലിയർ ആണ്. ഓക്കെ, കാര്യം ജി ഇൻഫൈനൈറ്റ് ആണ്. അവിടുത്തെ ജനറേറ്റർ എ ആണ്. ജിയെ ജനറേറ്റ് ചെയ്യുന്ന എലമെൻറ്റ് എ ആണ്. അന്നേരം എ കൊണ്ട് ജിയെ ജനറേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പിലുള്ള എല്ലാ എലമെൻറ്റിനെയും എ ജനറേറ്റ് ചെയ്യുന്ന അർത്ഥം. ഓക്കെ, അന്നേരം ഗ്രൂപ്പിൽ എത്ര എലമെൻ്റ് ഉണ്ട്? ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്. അതുകൊണ്ട് എയുടെ ഏത് പവർ എടുത്തു കഴിഞ്ഞാലും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ്, വ്യത്യസ്തമായ എലമെൻറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടേയിരിക്കും. ഒരിക്കലും എയുടെ ഒരു പവറിലും, ഒരു ഇൻറ്റിജർ പവറിലും, ഒരു പോസിറ്റീവ് ഇൻറ്റിജർ പവറിലും ഐഡൻറ്റിറ്റി കിട്ടില്ല എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. നമുക്ക് തെളിയിക്കാനുള്ളത് ഈ ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള ഈ കേസിൽ ഈ ജി എന്ന് പറയുന്നത് ഇസഡ് പ്ലസുമായിട്ട് ഐസോമോർഫിക് ആണെന്നാണ് തെളിയിക്കാനുള്ളത്.
അന്നേരം ജി എന്ന് പറയുന്ന ഗ്രൂപ്പിലെ എലമെൻറ്റ് നമ്മൾ സ്ട്രക്ചർ നമുക്കറിയാം എ റൈസ് ടു ഇൻറ്റിജർ എന്നുള്ള ഫോമില, അതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഉണ്ട്, എക്സെട്ര, താഴോട്ടും എക്സെട്ര. ഓക്കെ, ഇനി ഇസഡ് എന്ന് വെച്ചാൽ ഇൻഫിനിറ്റ് ഗ്രൂപ്പാണ് നമുക്കറിയാം. അതും അതിലെ എലമെൻറ്റ്സ് ഈ ഫോമിലായിരിക്കും വരുന്നത്, എക്സെട്ര, -2, -1, 0, 1, 2, 3 എക്സെട്ര. ഓക്കെ, ഇവിടെ നമുക്ക് ഇതൊരു ഐസോമോർഫിക് എന്ന് തെളിയിക്കണം. ഈ ഒരു ജി എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇസഡുമായിട്ട് ഐസോമോർഫിക് എന്ന് തെളിയിക്കണം. ഐസോമോർഫിക് എന്നുള്ള വേർഡ് തന്നെ നിങ്ങൾക്കറിയാം, ഓൾറെഡി നമ്മൾ ഡെഫിനിഷനൊക്കെ പറഞ്ഞാണ്, ഒരുപോലെ എന്നുള്ളതാണ്. ഓക്കെ, സെയിം എന്നുള്ള മീനിങ് ആണ്. ഓക്കെ, അന്നേരം ഒരുപോലെ എന്നാകുമ്പോഴത്തേക്ക് ഇവിടുത്തെ എലമെൻ്റ് സ്ട്രക്ചർ നിങ്ങൾ നോക്കുക, എങ്ങനെയായിരിക്കും ഏകദേശം ഒരു മാപ്പ് വരുന്നത്. മാപ്പിൻ്റെ ഒരു ഏകദേശ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇപ്പോൾ എ റൈസ് ടു -2 എന്ന് പറയുന്നത് -2 ആയിട്ടായിരിക്കും, എ റൈസ് ടു -1 -1 ആയിട്ടായിരിക്കും, എ റൈസ് ടു 0 0 ആയിട്ടായിരിക്കും, എ റൈസ് ടു 1 1 ആയിട്ടായിരിക്കും, എ റൈസ് ടു 2 2 ആയിട്ടായിരിക്കും. ആ ഒരു ഫോമിലായിരിക്കും. കാര്യം ഇത് ഐസോമോർഫിക്കും തെളിയിക്കണമെങ്കിൽ അവയുടെ മാപ്പും അത്തരത്തിലൊന്നായിരിക്കണം. ഓക്കെ, ഈ ഒരു പാറ്റേണിലായിരിക്കാം ഇവയുടെ മാപ്പ് വരാൻ സാധ്യതയെന്ന് പറയുന്നത്. ഓക്കെ, അന്നേരം നമുക്ക് ആദ്യം ഒരു മാപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്യണം. ഓക്കെ, മാപ്പ് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് എടുക്കുന്നത്, ആണ് നമ്മൾ ഇവിടെ മാപ്പ് എന്നുള്ള ലെറ്ററാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അന്നേരം ഇവിടെ മാപ്പ് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം, ജിയിലെ എലമെൻറ്റ്. ഓക്കെ, ജിയിലെ എലമെൻറ്റ് ഇസഡിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ജിയിലെ എലമെൻറ്റ് ഫോം എങ്ങനെയാണ്, എ റൈസ് ടു സം നമ്പർ എന്നുള്ള ഫോമില. അന്നേരം എ റൈസ് ടു ഇൻറ്റിജർ, ഞാൻ ഐ എന്നെടുത്തു, എ റൈസ് ടു ഐ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങോട്ടായിരിക്കും, ഐയിലോട്ടായിരിക്കും മാപ്പ് നടക്കുന്നത്. എ റൈസ് ടു -2 -2ലോട്ട്, എ റൈസ് ടു -1 -1ലോട്ട്, എ റൈസ് ടു 0 0ലോട്ട്, എ റൈസ് ടു 1 1ലോട്ട്, എ റൈസ് ടു 2 2ലോട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കണം ഇവയുടെ ഒരു മാപ്പ് വരേണ്ടത്. അന്നേരം എ റൈസ് ടു ഐ ഈക്വൽ ടു ഐ എന്നുള്ള ഫോമിലായിരിക്കും ഇതിൻ്റെ ഒരു മാപ്പ് വരാൻ സാധ്യത. അത്തരത്തിലൊരു മാപ്പ് വേണം നമ്മളിവിടെ ഫോം ചെയ്യാനായിട്ട്, നമ്മൾ എടുക്കാനായിട്ട്. ഓക്കെ, കാര്യം ഒരു മാപ്പ് ഡിഫൈൻ ചെയ്താലേ നമുക്കിത് ഐസോമോർഫിക് എന്ന് തെളിയിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം ഫിഗറിൽ നമുക്ക് ഈ ഒരു പാറ്റേണിലായിരിക്കാം ഇതിൻ്റെ മാപ്പ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടി. അന്നേരം അത്തരത്തിലൊരു മാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇവിടെ മാപ്പ് ഡിഫൈൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മാപ്പ് വെൽ ഡിഫൈൻഡ് ആണോ എന്നുള്ളത് നമ്മൾ അറിയണം. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആയാൽ മാത്രമേ നമുക്ക് ഈ മാപ്പ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ, അത് വെച്ചിട്ട് ഐസോമോർഫിക് ആണെന്ന് ചെക്ക് ചെയ്യാനും പറ്റത്തുള്ളൂ. അന്നേരം ആദ്യം ഇത് വെൽ ഡിഫൈൻഡ് ആണെന്ന് കണ്ടെത്തണം. കാര്യം വെൽ ഡിഫൈൻഡ് ആണെന്ന് ചൂസ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ജി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണെന്ന് മാത്രമേ നമുക്ക് തന്നിട്ടുള്ളൂ, അതിൻ്റെ ഓപ്പറേഷൻ എന്താണെന്ന് നമുക്കറിയില്ല. ഓക്കെ, ജി ഏതോ ഒരു ഗ്രൂപ്പാണ്, ഇൻഫൈനൈറ്റ് ഓർഡറാണ്, അതിൽ ഓപ്പറേഷൻ നമുക്ക് തന്നിട്ടില്ല. ഓപ്പറേഷൻ അറിയാമെങ്കിൽ മാത്രമേ ജിയിൽ ഒരു എലമെൻറ്റ് ഇത് എങ്ങോട്ടാണ് മാപ്പ് ചെയ്യുന്നത് കൃത്യമായൊരു ധാരണ നമുക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അതല്ലെങ്കിൽ തന്നെ വ്യത്യസ്തമായ എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് ആണോ അല്ലെങ്കിൽ വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് സെയിം ഇമേജ് ആണോ വരുന്നത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ജിയുടെ ഓപ്പറേഷൻ അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് പറയാൻ സാധിക്കില്ല. അന്നേരം ഇത്തരത്തിലൊരു മാപ്പ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യുമ്പോൾ ആ മാപ്പ് വെൽ ഡിഫൈൻഡ് ആയിരിക്കണം. വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് ആയിരിക്കണം. ഓക്കെ, അങ്ങനൊരു മീനിങ് കൂടിയുണ്ട് വെൽ ഡിഫൈൻഡ്. ഓക്കെ, അന്നേരം വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് ആണ് എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ എടുക്കുന്ന മാപ്പ് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് നമുക്ക് ഉറപ്പിക്കാം. ഓക്കെ, അന്നേരം ആദ്യം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വി ക്ലെയിം ദാറ്റ് ഗ്രൂപ്പിൽ 2 എലമെൻറ്റ് എടുക്കുന്നു, എ റൈസ് ടു എച്ച്, എ റൈസ് ടു കെ. അത് രണ്ടും വ്യത്യസ്തമായ എലമെൻറ്റാണ്, വിച്ച് ഇസ് നോട്ട് ഈക്വൽ. കണ്ടോ, വെൻ എവർ എച്ച് നോട്ട് ഈക്വൽ ടു കെ. അന്നേരം എലമെൻറ്റ് ജിയിലെ എലമെൻറ്റ് വ്യത്യസ്തമാണെങ്കിൽ അവയുടെ ഇമേജും വ്യത്യസ്തമാണ് എന്നുള്ളതാണ് നമ്മുടെ ക്ലെയിം. ഓക്കെ, അതാണ് നമുക്ക് കിട്ടുന്നുള്ളത്. അതാണ് എങ്കിൽ ഈ മാപ്പ് വെൽ ഡിഫൈൻഡ് ആണ്. ഓക്കെ, അന്നേരം അത്തരത്തിൽ നമുക്ക് തെളിയിക്കാനായിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഗ്രൂപ്പിൽ 2 എലമെൻറ്റ് എടുക്കുന്നു, എ റൈസ് ടു എച്ച്, എ റൈസ് ടു കെ. ജിയിൽ എലമെൻ്റ് എല്ലാം ആ ഫോമിലാണല്ലോ. 2 എലമെൻറ്റ് എ റൈസ് ടു എച്ച്, എ റൈസ് ടു കെ, അത് രണ്ടും ഈക്വൽ എന്ന് എടുക്കുന്നു. ഓക്കെ, 2 എലമെൻറ്റ്സ് സെയിം ആണ്, ഈക്വലാണ്. 2 എലമെൻറ്റ് ഈക്വൽ ആണെങ്കിൽ, സെയിം ആണെങ്കിൽ, തുല്യമാണെങ്കിൽ അതിൻ്റെ ഇമേജും തുല്യമാകണം, എന്നാലേ യുണീക്ക് ഇമേജ് ആവുകയുള്ളൂ. ഓക്കെ, ഒരു എലമെൻറ്റിന് ഇമേജ് യുണീക്ക് ആവണം, ഓരോ എലമെൻറ്റിനും യുണീക്കായിട്ടുള്ള ഇമേജ് വേണം. ഓക്കെ, ഓരോ എലമെൻറ്റിനും യുണീക്കായിട്ടുള്ള ഇമേജ് വേണം. ഓക്കെ, വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് ഒരിക്കലും സെയിം ഇമേജ് വരാൻ പാടില്ല, അങ്ങനെ അത് ഫംഗ്ഷൻ അല്ല. സോ ഇറ്റ് ഈസ് നോട്ട് ഡിഫൈൻഡ്, ഫംഗ്ഷൻ ഡിഫൈൻഡ് ആകുന്നില്ല അവിടെ. ഇവിടെ നമ്മൾ ഇത്തരത്തിലൊരു മാപ്പ് ഡിഫൈൻ ചെയ്യുമ്പോഴത്തേക്ക് അത് വെൽ ഡിഫൈൻഡ് ആകണം, എന്നാൽ മാത്രമേ നമുക്ക് ബാക്കി പ്രോസസ്സിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അന്നേരം വെൽ ഡിഫൈൻഡ് ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ
ഗ്രൂപ്പിൻ്റെ ഓപ്പറേഷനെ പറ്റി നമുക്ക് ധാരണ ഇല്ലാത്തതുകൊണ്ട് വെൽ ഡിഫൈൻഡ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അതായത് വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജും തെളിയിക്കണം. അതിനിവിടെ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എലമെൻറ്റുകൾ 2 എലമെൻറ്റ് ഗ്രൂപ്പിൽ നിന്ന് എടുക്കുന്നു, അത് സെയിം ആണെന്ന് വിചാരിക്കുക. സെയിം ആണെന്നുണ്ടെങ്കിൽ അവയുടെ ഇമേജും സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ ഞാനിവിടെ ചൂസ് ചെയ്യുന്നത് ഇമേജസ് സെയിം ആണ്, പക്ഷേ ഈ ജിയിലെ എലമെൻറ്റുകൾ സെയിം ആണ്, പക്ഷേ അവയുടെ ഇമേജ് എച്ചും കെയും സെയിം അല്ല എന്നെടുക്കുന്നു. ഓക്കെ, അതാണ് നമ്മുടെ അസംഷൻ. ഞാൻ അസ്യൂം ചെയ്യുന്നത് അങ്ങനെയാണ്. ആ അസംഷൻ തെറ്റാണെന്ന് നമുക്ക് തെളിയിക്കാനുള്ളത്. തെറ്റാണെങ്കിൽ എന്താണ്, നമ്മുടെ ഈ ക്ലെയിം ട്രൂ ആണ്. ഓക്കെ, അന്നേരം 2 എലമെൻറ്റുകൾ ഞാൻ സെയിം എന്നെടുക്കുന്നു. A⁻H A⁻K ഈക്വൽ എന്നെടുക്കുന്നു, പക്ഷേ അവയുടെ ഇമേജ് തുല്യമല്ല എന്നെടുക്കുന്നു. ഓക്കെ, ഇമേജ് തുല്യമല്ല. H⁻K എന്ന് വെച്ചാൽ രണ്ടും തുല്യമല്ല എന്ന് പറഞ്ഞാൽ ഒന്ന് വലുത് ഒന്ന് ചെറുതൊന്നാണ്. ഓക്കെ, അന്നേരം ഞാൻ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വലുതായിട്ട് ഒരെണ്ണം ചെറുതായിട്ട് എടുക്കുന്നു. H Kയേക്കാൾ വലുതെന്ന് എടുക്കുന്നു. ഓക്കെ, A⁻H A⁻K എന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ ഒരു A⁻K കൊണ്ട് 2 സൈഡിലും ഓപ്പറേറ്റ് ചെയ്യുന്നു. ഇവിടെയും ഒരു A⁻K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെയും A⁻K കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അന്നേരം എന്താ ഇങ്ങനെ വരുമല്ല, ഇവിടെ A⁻M × A⁻M+N എന്നുള്ള ഫോമാണ്. അന്നേരം A⁻H - K എന്ന് വരും. ഇവിടെ A⁻K - K എന്ന് വരും. ദാറ്റ് ഈസ് A⁻H - K = K - K എന്ന് വെച്ചാൽ 0 ആണ്. A⁻0 എന്ന് വരും. A⁻0 എന്ന് വെച്ചാൽ ഐഡൻറ്റിറ്റിയാണ് E എന്ന് വന്നു. അന്നേരം A⁻H - K = E എന്ന് കിട്ടിയേ. ഈ H - K എന്ന് വെച്ചാൽ എന്താണ്, ഒരു പോസിറ്റീവ് നമ്പറാണ്. കാര്യം എന്താണ്, H > K ആണ്. H വലുതും K ചെറുതുമാണ്. വലുതിൽ നിന്നും ചെറുത് കുറച്ചാൽ എന്തായാലും പോസിറ്റീവ് നമ്പറല്ലേ വരും. അന്നേരം ഈ H - K എന്ന് പറയുന്നൊരു പോസിറ്റീവ് നമ്പറാണ്. അത് എയുടെ ഒരു പോസിറ്റീവ് പവറിന് ഐഡൻറ്റിറ്റി കിട്ടി. എയുടെ ഒരു പോസിറ്റീവ് പവറിന് ഐഡൻറ്റിറ്റി കിട്ടുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അല്ല. കാര്യം എ ഒരു ജനറേറ്ററാണ്. തന്നിരിക്കുന്ന ഗ്രൂപ്പ് ഒരു ഇൻഫൈനൈറ്റ് ഗ്രൂപ്പാണ്. നമ്മളിത് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ജി ഇൻഫൈനൈറ്റ് ആയതുകൊണ്ട് ഏതൊരു പോസിറ്റീവ് പവർ എയുടെ പവറായിട്ട് വന്നു കഴിഞ്ഞാലും ഒരിക്കലും അവിടെ എന്ത് വരില്ല, ഐഡൻറ്റിറ്റി കിട്ടില്ല. A⁻M പോസിറ്റീവ് ഇൻറ്റിജർ ഒരിക്കലും ഐഡൻറ്റിറ്റി ആകില്ല. പക്ഷേ ഇവിടെ A⁻ പോസിറ്റീവ് ഇൻറ്റിജർ ഈക്വൽ ടു ഐഡൻറ്റിറ്റി എന്നാണ് കിട്ടിയത്. അതൊരു കോൺട്രഡിക്ഷനാണ്. എന്തുകൊണ്ട് അത്തരത്തിലൊരു കോൺട്രഡിക്ഷൻ കിട്ടിയത്? നമ്മുടെ അസംഷൻ തെറ്റായതുകൊണ്ട്. നമ്മുടെ അസംഷൻ എന്തായിരുന്നു? ജിയിലെ 2 എലമെൻറ്റുകൾ തുല്യമായിട്ടുള്ള 2 എലമെൻറ്റ്, അവയ്ക്ക് പക്ഷേ വ്യത്യസ്തമായ ഇമേജ് എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. അതൊരിക്കലും സാധ്യമല്ല. അതായത് ജിയിലെ 2 എലമെൻറ്റുകൾ സെയിം ആണെങ്കിൽ അവയുടെ ഇമേജും തുല്യം തന്നെയാണെന്ന് അർത്ഥം. അല്ലെങ്കിൽ അതിൻ്റെ കോൺട്രാപോസിറ്റീവ്, അതായത് ഈ ജിയിലെ 2 എലമെൻറ്റ് സെയിം ആണെങ്കിൽ അവയുടെ എലമെൻറ്റും അവയുടെ ഇമേജും തുല്യമാണെന്നാണ് അർത്ഥം. അതല്ലെങ്കിൽ അതിനെ നേരെ തിരിച്ചും പറയാം. ജിയിലെ 2 എലമെൻറ്റുകൾ വ്യത്യസ്തമാണെങ്കിൽ അവയുടെ ഇമേജസും വ്യത്യസ്തമായിരിക്കും. ദാറ്റ് മീൻസ് നമ്മുടെ ക്ലെയിം ട്രൂ ആണ്. ഓക്കെ, അതായത് വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് ആണെന്നർത്ഥം. ഓക്കെ, ഹെൻസ് എവറി എലമെൻറ്റ് ഓഫ് ജി ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് A⁻M ഫോർ എ യുണീക്ക് M ബിലോങ്സ് ടു Z. അന്നേരം ഗ്രൂപ്പിലെ ഏതൊരു എലമെൻ്റ് എടുത്താലും അതിന് യുണീക്കായിട്ട് ഇസഡിൽ ഒരു ഇമേജ് ഉണ്ട് എന്നുള്ള കാര്യം ക്ലിയറായി. ദാറ്റ് മീൻസ് നമ്മൾ ഉദ്ദേശിച്ച മാപ്പ് എന്ന് പറയുന്നത് ഒരു വെൽ ഡിഫൈൻഡ് മാപ്പ് തന്നെയാണ്. ഓക്കെ, അന്നേരം വെൽ ഡിഫൈൻഡ് ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഐസോമോർഫിക് ആണെന്ന് ചെക്ക് ചെയ്യാം. അതായത് ജി ഐസോമോർഫിക് ടു Z+ എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. അതിന് ആദ്യം നമ്മളൊരു മാപ്പ് ഡിഫൈൻ ചെയ്തു. ഇത്തരത്തിൽ മാപ്പ് ഡിഫൈൻ ചെയ്തു. ഓക്കെ, phi of A⁻I = I. ഓക്കെ, ഈ മാപ്പിനെ നമുക്ക് ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാം. കാര്യം ഇത് ഓൾറെഡി വെൽ ഡിഫൈൻഡ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് എന്താണ് അടുത്ത് ചെയ്യാനുള്ളത്? ഐസോമോർഫിക് ആണെങ്കിൽ 3 പ്രോസസ്സാണുള്ളത്. 1 ആയിരിക്കണം, ഓൺ 2 ആയിരിക്കണം, ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ഫസ്റ്റ് 1 ആണെന്ന് ചെക്ക് ചെയ്യാം. 1 കാര്യം ഇവിടെ വെൽ ഡിഫൈൻഡ് ആണ് എന്ന് തെളിയിച്ചതിനകത്ത് തന്നെ 1 ഓൺ 2 ആണെന്നുള്ള കാര്യം ക്ലിയർ ആണ് നമുക്ക്. ഓക്കെ, വ്യത്യസ്ത എലമെൻറ്റുകൾക്കൊക്കെ വ്യത്യസ്ത ഇമേജുകളാണെന്നുള്ളത് കൊണ്ട്. എന്നാലും നമുക്കതിൻ്റെ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി അതൊന്നുകൂടെ ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കുന്നു ആ ഒരു വേയിൽ. ഇപ്പോൾ phi 1 എന്ന് തെളിയിക്കണം. അതിന് നമുക്കറിയാം phi of x = phi of y implies x = y എന്ന് തെളിയിച്ചാൽ മതി. ഇവിടെ phi of A⁻I എന്നുള്ള ഫോമിലാണ് എലമെൻറ്റിൻ്റെ സ്ട്രക്ചർ. അല്ല, phi of A⁻I = phi of A⁻J implies എന്തെന്ന് തെളിയിച്ചാൽ മതി? A⁻I = A⁻J എന്ന് തെളിയിച്ചാൽ മതി. phi of A⁻I എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പ്രകാരം എന്താണ്? I ആണ്. phi of A⁻J അങ്ങനെയെങ്കിൽ എന്തായിരിക്കും? J ആയിരിക്കും. കാര്യം ഇവിടെ ഉണ്ട്, നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അടക്കം നമ്മുടെ മാപ്പ് അങ്ങനെയാണ്. phi of A⁻I = I. ഓക്കെ, ദാറ്റ് ഇംപ്ലൈസ് I = J എന്ന് കിട്ടി. ഓക്കെ, 2 എലമെൻറ്റുകൾ സെയിം എന്നാണ് കിട്ടിയിരിക്കുന്നത്. 2 എലമെൻറ്റുകൾ സെയിം ആണെങ്കിൽ അവയുടെ ഇപ്പം 2 = 2 എന്നാണ്. അങ്ങനെയെങ്കിൽ ഏതൊരു നമ്പർ കൊണ്ട്
ഈ 2ൻ്റെ ബേസ് എടുത്തു കഴിഞ്ഞാലും 2നെ പവറായിട്ട് എടുപ്പോൾ 4 എന്ന് പറഞ്ഞ് ഞാൻ നമ്പർ എടുക്കുന്നു. അങ്ങനെയിൽ 4² ഈക്വൽ ടു 4² എന്ന് പറയുന്നത് ട്രൂ ആയിരിക്കത്തില്ലേ, സെയിം ആയിരിക്കത്തില്ലേ, ഈക്വൽ ആയിരിക്കത്തില്ലേ? ഓക്കെ, അത് തന്നെ ഇവിടെ ഐയും ജെയും ഈക്വലാണ്. അല്ല എയുടെ പവറായിട്ട് ആ രണ്ടിനെ എഴുതുന്നു, a⁻i ഈക്വൽ ടു a⁻j, അതും തുല്യമായിരിക്കും. കാര്യം എന്താ, ഐയും ജെയും തുല്യമാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ പവറായിട്ട് എഴുതി കഴിഞ്ഞാൽ അത് രണ്ടും തുല്യമായിരിക്കും. സോ a⁻i ഈക്വൽ ടു a⁻j എന്ന് കിട്ടി, അതായത് 511 എന്ന് കിട്ടി. ഇനി ഓൺ ടു വൺ തെളിയിക്കണം. ഓൺ ടു വൺ എന്താണ് കണ്ടീഷൻ? നമ്മുടെ കോഡൊമൈനിൽ നിന്നും ഏതൊരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാലും ഇസഡിൽ, കോഡൊമൈൻ ഇസഡ് ആണല്ലോ, ഇസഡിൽ നിന്ന് ഏതൊരു എലമെൻ്റ് എടുത്താലും അതിനൊരു പ്രീ ഇമേജ് ഗ്രൂപ്പിലുണ്ടായിരിക്കണം. ഏത് എലമെൻ്റ് എടുത്താലും പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വളരെ സിമ്പിളായിട്ട് പറയാവുന്നേ ഉള്ളൂ. ഇസഡിൽ നിന്ന് ഏതൊരു ഇൻറ്റിജർ n എടുത്തു കഴിഞ്ഞാലും, ഏതൊരു n എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എലമെൻ്റ് ഗ്രൂപ്പിലുണ്ടാകണം. സച്ച് ദാറ്റ് എന്താണ് കണ്ടീഷൻ? അതായത് ഇസഡിൽ നിന്നും ഞാൻ n എന്ന് പറഞ്ഞൊരു എലമെൻ്റ് എടുത്തു. ആ എലമെൻറ്റ്, ഓക്കെ, ആ n എന്ന് പറയുന്ന എലമെൻറ്റിന് ഒരു പ്രീ ഇമേജ് ഉണ്ടായിരിക്കണം. ഇതാണ് പ്രീ ഇമേജ്. ഓക്കെ, ദാറ്റ് മീൻസ് ഇതിൻ്റെ ഇമേജാണ് n എന്ന് പറയുന്നത്. അത് n-ൻ്റെ പ്രീ ഇമേജാണ് ഈ സാധനം എന്ന് പറയുന്നത്. അന്നേരം ഗ്രൂപ്പിൽ ഈ n ഇമേജ് വരുന്ന തരത്തിൽ ഗ്രൂപ്പിലൊരു എലമെൻറ്റ് നമുക്കിവിടെ കിട്ടണം. അത്തരത്തിലൊരു എലമെൻ്റ് ഉണ്ട് എങ്കിൽ അതിനർത്ഥം അത് ഓൺ ടു ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അത്തരത്തിലൊരു എലമെൻ്റ് ഉണ്ടോ? ഉണ്ട്. കാര്യം ജിയിലെ a⁻n എന്നുള്ള ഫോമിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇസഡിലൊരു എലമെൻ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അത്തരത്തിലാണ് നമ്മൾ മാപ്പ് ഇവിടെ ഡിറൈവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അന്നേരം ഏതൊരു n എടുത്തു കഴിഞ്ഞാലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് a⁻n എന്ന് പറയുന്ന ജിയിലെ ഒരു എലമെൻ്റ് ഉണ്ടായിരിക്കും. സച്ച് ദാറ്റ് നമ്മുടെ മാപ്പ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. 5 ഓഫ് a⁻n ഈക്വൽ ടു n. ഓക്കെ, അതുകൊണ്ട് തന്നെ 5 ഓൺ ടു ആണെന്ന് നമുക്ക് അനായാസം പറയാവുന്നതാണ്. ഓക്കെ, ഇനി ഓപ്പറേഷൻ പ്രിസർവിങ്, അത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി. എന്താണ് ഹോമോമോർഫിസം പ്രോപ്പർട്ടി? 5 ഓഫ് ഗ്രൂപ്പിൽ 2 എലമെൻ്റ് എടുക്കുന്നു, a⁻i ഇൻറ്റു a⁻j. ഗ്രൂപ്പിലെ ഓപ്പറേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇവിടെ നമുക്ക് ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷനായിട്ട് അങ്ങ് അസ്യൂം ചെയ്യുന്നേ ഉള്ളൂ ഇവിടെ. അല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർ ഒന്നും എല്ലാം കൊടുക്കാം, ഓപ്പറേഷൻ അറിഞ്ഞുകൂടാത്തതുകൊണ്ട്. വേണമെന്നില്ല, നമ്മൾ മൾട്ടിപ്ലിക്കേഷനായിട്ട് അങ്ങ് എടുത്താൽ മതി. 5 ഓഫ് a⁻i ഇൻറ്റു a⁻j വിച്ച് ഈസ് ഈക്വൽ ടു 5 ഓഫ് a⁻i. രണ്ടാമത്തെ സെറ്റിൽ ഓപ്പറേഷൻ അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇസഡ് പ്ലസ്, അന്നേരം പ്ലസ് 5 ഓഫ് a⁻j എന്നാണ് നമുക്ക് കിട്ടാനുള്ളത്. ഓക്കെ, ജിയിൽ നിന്നും ജി ഡാഷിലോട്ട് ഒരു ഹോമോമോർഫിസം ഡിഫൈൻ ചെയ്യുന്ന അറിയാമല്ലോ. 5 ഓഫ് ഈ ഗ്രൂപ്പിൽ 2 എലമെൻ്റ് എടുക്കുന്നു. ഓക്കെ, എക്സ് എന്നും വൈ എന്നും. ഓക്കെ, ഗ്രൂപ്പിൽ ഈ ഫസ്റ്റ് ഗ്രൂപ്പിലെ ഓപ്പറേഷൻ എന്താണെന്ന് നോക്കുക. പ്ലസ് ആണെങ്കിൽ പ്ലസ്, ഇൻറ്റു ആണെങ്കിൽ ഇൻറ്റു, സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ, വിച്ച് ഈസ് ഈക്വൽ ടു എന്താണെന്ന് കിട്ടണം? ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് കിട്ടണം. 5 ഓഫ് എക്സ്, അതുപോലെ തന്നെ ജി ഡാഷിലെ ഓപ്പറേഷൻ പ്ലസ് ആണെങ്കിൽ 5 ഓഫ് എക്സ് പ്ലസ് 5 ഓഫ് വൈ എന്ന് കിട്ടണം നമുക്ക്. ഓക്കെ, അന്നേരം ഇവിടുത്തെ ഗ്രൂപ്പിലെ ഓപ്പറേഷൻ നമുക്ക് അറിയാത്തതുകൊണ്ട് മൾട്ടിപ്ലിക്കേഷൻ അസ്യൂം ചെയ്തു. രണ്ടാമത്തെ സെറ്റിലെ ഓപ്പറേഷൻ പ്ലസ് ആണ്, അന്നേരം നമുക്കത് ഇങ്ങനെയാണ് കിട്ടാനുള്ളത്. ഓക്കെ, അന്നേരം 5 ഓഫ് a⁻i ഇൻറ്റു a⁻j ഈക്വൽ ടു a⁻m ഇൻറ്റു a⁻m പ്ലസ് എന്ന് എഴുതാൽ a⁻i പ്ലസ് j. 5 ഓഫ് a⁻i എന്ന് വെച്ചാൽ നമ്മളിവിടെ മാപ്പ് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താണ്? i ആണ്. അന്നേരം 5 ഓഫ് a⁻i പ്ലസ് j എന്താണ്? i പ്ലസ് j എന്ന് വരും. i എന്ന് വെച്ചാൽ എന്താണ്? 5 ഓഫ് a⁻i എന്ന് കൊടുക്കാം, ജെയ്ക്ക് വരെ എന്ത് കൊടുക്കാം? 5 ഓഫ് a⁻j എന്ന് കൊടുക്കാം. കാര്യം അതെല്ലാം നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന മാപ്പ് അത്തരത്തിലാണ്. അന്നേരം 5 ഓഫ് a⁻i ഇൻറ്റു a⁻j ഈക്വൽ ടു 5 ഓഫ് a⁻i പ്ലസ് 5 ഓഫ് a⁻j എന്ന് കിട്ടി. അതായത് ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. ദാറ്റ് മീൻസ് തന്നിരിക്കുന്ന ജി എന്ന് പറയുന്ന ഇൻഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് ഐസോമോർഫിക് ടു എന്തിന് ഐസോമോർഫിക് എന്ന് കിട്ടി? ഇസഡ് പ്ലസിന് ഐസോമോർഫിക് എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മുടെ ഓൾറെഡി ഈ പറഞ്ഞ ജി തന്നെ. ഓക്കെ, ജി ഒരു സൈക്ലിക്കാണ്, അതിന് എ ജനറേറ്ററാണ്. അത്തരത്തിലുള്ള ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ എന്നാണ്. അന്നേരം നമ്മുടെ കയ്യിലുള്ളത് ജി എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് എന്ത് ഗ്രൂപ്പാണ്? സൈക്ലിക് ഗ്രൂപ്പാണ്. അതിൻ്റെ ഓർഡർ എന്നാണ്, അതിൻ്റെ ജനറേറ്റർ എ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ ജി എന്ന് പറയുന്ന ഓർഡർ എന്നായിട്ടുള്ള ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പ് എന്തിന് ഐസോമോർഫിക് തെളിയിക്കണം? ഇസഡ് പ്ലസ് എൻ. ഇസഡ് എൻ അറിയാമല്ല, അവിടുത്തെ അഡിഷൻ മോഡിലാണ് ഓപ്പറേഷൻ. ഓക്കെ, അന്നേരം അതിന് ഐസോമോർഫിക് തെളിയിക്കണം. അതാണ് നമ്മൾ അടുത്ത പരിപാടി. ഓക്കെ, ഈ ഫസ്റ്റ് പാർട്ട് ചെയ്ത പോലെ തന്നെയാണ്, ഏകദേശം വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, അന്നേരം ആദ്യം
നമുക്കറിയാം ജി ഒരു ഫൈനൈറ്റ് സൈക്ലിക് ഗ്രൂപ്പാണ്. അതിന് മൊത്തം n എലമെൻറ്റ്സ് ആണ്. കാര്യം ഓർഡർ n എന്ന് തന്നിട്ടുണ്ട്. എ ജനറേറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അന്നേരം ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ഗ്രൂപ്പിൻ്റെ ഓർഡർ n ആണ്. ഓർഡർ ഓഫ് ജി n ആണെന്ന് നമുക്കറിയാം. ഈ ഗ്രൂപ്പിന് ഏത് എലമെൻ്റ് കൊണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്? എ കൊണ്ടാണ് ജനറേറ്റ് ചെയ്യുന്നത്. എ കൊണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഗ്രൂപ്പിലെ എല്ലാ എലമെൻറ്റേയും ജനറേറ്റ് ചെയ്യുമെന്ന് അർത്ഥം. അതായത് ഗ്രൂപ്പിൽ എല്ലാ എലമെൻ്റ് വെച്ചാൽ ഗ്രൂപ്പിൽ മൊത്തം n എലമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് എ കൊണ്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന എലമെൻറ്റ് n തന്നെയാണ്. ദാറ്റ് മീൻസ് ഈ ഗ്രൂപ്പിൻ്റെ ഓർഡർ തന്നെയാണ് ഈ ജനറേറ്റർ എയുടെ, അതായത് സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയുടെ എണ്ണവും. അതായത് ഗ്രൂപ്പിൻ്റെ ഓർഡറും സൈക്ലിക് സബ് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ എയുടെ ഓർഡറും തുല്യമാണെന്നർത്ഥം. ഓക്കെ, അതാണ് അത് എഴുതിയിരിക്കുന്നത്. ഓർഡർ ഓഫ് ജി ഈക്വൽ ടു ഓർഡർ ഓഫ് ബ്രാക്കറ്റ് എ ഈക്വൽ ടു n. രണ്ടിൻ്റെയും ഓർഡർ n ആണ്. ഓക്കെ, അന്നേരം നമുക്കറിയാം ഗ്രൂപ്പിലെ ഒരു എലമെൻറ്റിൻ്റെ ഓർഡറും ആ എലമെൻ്റ് കൊണ്ട് ജനറേറ്റ് ചെയ്യുന്ന സബ് ഗ്രൂപ്പിൻ്റെ ഓർഡറും തുല്യമായിരിക്കും. ഓൾറെഡി നമുക്കിപ്പം ഇതിൻ്റെ ഓർഡർ, ഓക്കെ, ബ്രാക്കറ്റ് എയുടെ ഓർഡർ n എന്ന് കിട്ടിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ആ എലമെൻ്റ് ഓർഡറും അത് തന്നെയായിരിക്കും. ഓക്കെ, n തന്നെയായിരിക്കും. ഇപ്പം ഓർഡർ ഓഫ് എ ഈക്വൽ ടു n എന്ന് കിട്ടി. ഓർഡർ ഓഫ് എ n ആണെങ്കിൽ എ റൈസ് ടു n എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും, ഇ ആയിരിക്കും. ഈ എന്നിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? n ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. n ആയിരിക്കും ഏറ്റവും ചെറിയ ഇൻറ്റിജർ. അതാണല്ലോ ഓർഡറിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അന്നേരം നമ്മളിവിടെ നേരത്തെ പോലെ ഇവിടെയും നമുക്കെന്താണ്, ജി എന്ന് പറയുന്നൊരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ഇസഡ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഗ്രൂപ്പാണ്. ജിയിലെ എലമെൻറ്റ് മൊത്തം n എലമെൻറ്റ്സ് ആണ്. എ ഒരു ജനറേറ്റർ ആയതുകൊണ്ട് ജിയിലെ എലമെൻറ്റിൻ്റെ ഫോം ഇങ്ങനെയായിരിക്കും. എ റൈസ് ടു 0 മീൻസ് ഐഡൻറ്റിറ്റി, എ റൈസ് ടു 1, എ റൈസ് ടു 2 എക്സെട്ര എ റൈസ് ടു n-1 വരെ മൊത്തം n എലമെൻറ്റ്സ്. ഓക്കെ, അടുത്ത സെറ്റ് ഇസഡ് n ആണ്. ഇസഡ് എന്നിൽ എലമെൻ്റ് അറിയാമല്ലോ, 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1 വരെയാണ്. ഓക്കെ, ഇവിടെയും നേരത്തെ പോലെ തന്നെ നമുക്കിവിടെ മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇവിടെ എ റൈസ് ടു 0 to 0 ഐസോമോർഫിക് എന്നല്ലേ തെളിയിക്കാനുള്ളത്. അത് ഇത്തരത്തിലായിരിക്കണം അവിടുത്തെ ഒരു സ്ട്രക്ചർ. എ റൈസ് ടു 1 to 1, എ റൈസ് ടു 2 to 2, എ റൈസ് ടു 3 to 3, എ റൈസ് ടു n-1 to n-1. അതായത് എ റൈസ് ടു i ഈക്വൽ ടു i എന്നുള്ള ഫോമിൽ തന്നെയായിരിക്കും ഇവിടെയും മാപ്പ് വരുന്നത്. ഓക്കെ, അന്നേരം ആദ്യം നമുക്കത് വെൽ ഡിഫൈൻഡ് ആണെന്ന് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൂടാതെ മറ്റൊരു കാര്യം, ഫസ്റ്റ് വി വിൽ ഷോ ദാറ്റ് n എലമെൻറ്റ്സ്, ഗ്രൂപ്പിലെ n എലമെൻറ്റ്സ് ഞാനിപ്പോൾ പറഞ്ഞു, എ റൈസ് 0, എ റൈസ് ടു 1, എ റൈസ് ടു എക്സെട്ര എ റൈസ് ടു n-1 എന്നുള്ള ഫോമിലാണ്. ആർ ഓൾ ഡിസ്റ്റിങ്ക്റ്റ് ആൻഡ് ജി കണ്ടെയ്ൻസ് എക്സാക്ട്ലി ദീസ് n എലമെൻറ്റ്സ്. അന്നേരം മൊത്തം ഈ ഗ്രൂപ്പിൽ ഉള്ള ഈ n എലമെൻറ്റ്സ് ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറഞ്ഞ n എലമെൻറ്റ്സ് അത് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് തെളിയിക്കണം. ഡിസ്റ്റിങ്ക്റ്റ്, ഓക്കെ, എല്ലാം ഡിഫറൻ്റ് ആണെന്ന് തെളിയിക്കണം. ഓക്കെ, ഡിഫറൻ്റ് ആണ് ഈ എലമെൻറ്റ്സ് എന്ന് തെളിയിക്കണം നമ്മൾ. എ റൈസ് 0, എ റൈസ് ടു 1, എ റൈസ് ടു എക്സെട്ര എ റൈസ് ടു n-1. ഓക്കെ, കാര്യം ഡിഫറൻ്റ് ആണെന്ന് തെളിയിക്കുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഗ്രൂപ്പിനകത്ത് മൊത്തം n എലമെൻറ്റ്സ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. n എലമെൻറ്റ്സ്. അന്നേരം ഇത് ഈ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഡിഫറൻ്റ് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് സെയിം ആണ് എങ്കിൽ, ഏതെങ്കിലുമൊക്കെ എലമെൻറ്റ്സ് സെയിം ആണെങ്കിൽ അതിനർത്ഥം ഈ ഗ്രൂപ്പിൽ n എലമെൻറ്റ്സ് ഇല്ലെന്ന അർത്ഥം. ഓക്കെ, അന്നേരം n എലമെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഒരു പക്ഷേ ഒരു മാപ്പ് നമുക്കൊരു വെൽ ഡിഫൈൻഡ് മാപ്പ് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നില്ല. കാര്യം ഇതിനകത്ത് ഈ ഗ്രൂപ്പിൽ ഏതെങ്കിലും എലമെൻറ്റ്സ് സെയിം ആണെന്ന് വിചാരിക്കുക. സെയിം ആണ് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ജി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ n എലമെൻറ്റ്സ് ഇല്ലെന്ന അർത്ഥം. ഓക്കെ, അങ്ങനെ n എലമെൻറ്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഇസഡിൽ മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? ഇസഡിൽ മൊത്തം എത്ര എലമെൻറ്റ്സ് ഉണ്ട്? n എലമെൻറ്റ്സ് ഉണ്ട്. അന്നേരം അവിടെ മാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ചെറിയൊരു പ്രശ്നം വരാം. ഓക്കെ, വെൽ ഡിഫൈൻഡ് ആകാതെ വരാം. ഓക്കെ, അതുകൊണ്ട് ഈ n എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിലുള്ള ഈ n എലമെൻറ്റ്സും ഡിസ്റ്റിങ്ക്റ്റ് ആണ് എന്ന് നമ്മൾ തെളിയിക്കണം. കാര്യം ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഇമേജും ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരുന്ന ഇമേജ് ഇസഡിലുണ്ട് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം ഈ n എലമെൻറ്റ്സ് ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് തെളിയിക്കുന്നതിൻ്റെ കാര്യം. ഓക്കെ, അന്നേരം അതിനുവേണ്ടി നേരത്തെ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം ഇവിടെ വെൽ ഡിഫൈൻഡ് എന്ന് തെളിയിച്ചാൽ മതി ഡിസ്റ്റിങ്ക്റ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട്. കാര്യം വെൽ ഡിഫൈൻഡ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജുകളെന്നാണ്. വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ്. ഓക്കെ, അന്നേരം വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് ഇപ്പം ജിയിലുള്ള n എലമെൻറ്റ്സ് ഈ n എലമെൻറ്റ്സിനും വ്യത്യസ്ത ഇമേജുകളാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം
ഈ n എലമെൻസും എന്താണ്, ഡിഫറൻ്റ് ആണെന്ന് അർത്ഥം. ജിയിലുള്ള ഈ a⁻0, a⁻1 എക്സെട്ര a⁻n-1 ഈ എല്ലാ എലമെൻറ്റിനും വ്യത്യസ്ത ഇമേജുകളാണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഈ ജിയിലുള്ള എല്ലാ എലമെൻറ്റും വ്യത്യസ്തമാണെന്ന് അർത്ഥം. ക്ലിയർ ആണല്ലോ? അതാണ് ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ നമുക്ക് വെൽ ഡിഫൈൻഡ് ആണെന്ന് കൂടി കിട്ടും. കാര്യം വ്യത്യസ്ത എലമെൻറ്റ് വ്യത്യസ്ത ഇമേജ്. അതുകൂടാതെ വ്യത്യസ്ത എലമെൻറ്റ് വ്യത്യസ്ത ഇമേജ് ആയപ്പോഴത്തേക്ക് ജിയിൽ ഈ n എലമെൻറ്റ്സ് എല്ലാം ഡിഫറൻ്റ് ആണ് എന്നുള്ളത് കൂടിയാണ് മീനിങ്. ഓക്കെ, അന്നേരം അതിന് വേണ്ടിയിട്ട് നേരത്തെ പോലെ തന്നെ ഞാൻ നമുക്ക് തെളിയിക്കാനുള്ളത് ജിയിലുള്ള രണ്ട് എലമെൻറ്റ് a⁻h, a⁻k എന്ന് പറയുന്ന രണ്ട് വ്യത്യസ്ത എലമെൻറ്റുകളാണെങ്കിൽ അവയുടെ ഇമേജ് എച്ചും കെയും വ്യത്യസ്തമെന്ന് തെളിയിക്കണം. അതിന് ജിയിലുള്ള രണ്ട് എലമെൻറ്റ് a⁻h, a⁻k രണ്ടും സെയിം ആണെന്ന് എടുക്കുന്നു. ഓക്കെ, രണ്ട് സെയിം ആണ്, പക്ഷേ അവയുടെ ഇമേജ് വ്യത്യസ്തമാണെന്ന് എടുക്കുന്നു. എച്ചും കെയും ഡിഫറൻ്റ് ആണ്. നേരത്തെ പോലെ h k എന്ന് ഞാൻ ചൂസ് ചെയ്തു. ഓക്കെ, അന്നേരം ഇതാണ് നമ്മുടെ അസംഷൻ. ഈ അസംഷൻ തെറ്റാണെന്ന് എടുത്താൽ മതി. ഈ അസംഷൻ തെറ്റാണ് എങ്കിൽ അതിനർത്ഥം a⁻h a⁻k തുല്യമായാൽ എച്ചും കെയും തുല്യമായേ മതിയാകൂ എന്നുള്ളതാണ്. ഓക്കെ, നമുക്കൊരു ഈ അസംഷൻ തെറ്റാണെന്ന് തെളിയിക്കാൻ അതിനൊരു കോൺട്രഡിക്ഷൻ കിട്ടണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് നോക്കാം. നേരത്തെ പോലെ തന്നെ a⁻k കൊണ്ട് രണ്ട് സൈഡിലും ഓപ്പറേറ്റ് ചെയ്തു. ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ a⁻h k = e എന്ന് കിട്ടി. ഓക്കെ, നമ്മളിപ്പം ഗ്രൂപ്പിലെ എലമെൻ്റ് ഫോം ഇങ്ങനെയാണല്ലോ, a⁻0, a⁻1, a⁻2 എക്സെട്ര a⁻n-1 എന്നാണ്. ഓക്കെ, ഇതിൽ നിന്ന് രണ്ട് എലമെൻറ്റാണ് ഞാൻ എടുത്തത്. ഇതിൽ നിന്നും ഒരു a⁻h എന്ന് പറയുന്ന എലമെൻറ്റും മറ്റൊരു a⁻k എന്ന് പറയുന്ന എലമെൻറ്റും. ഓക്കെ, ഇതിൽ എച്ചും കെയും ഡിഫറൻ്റ് ആണെന്നായിരുന്നു നമ്മളുടെ അസംഷൻ. അതിൽ h k എന്നാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഓക്കെ, അന്നേരം ഇവിടെ മനസ്സിലാക്കേണ്ടത് ഇപ്പം a⁻0, a⁻1, a⁻2 എക്സെട്ര a⁻n-1 അടുത്ത a⁻n എന്ന് വരാം. ഓക്കെ, a⁻n എന്ന് വെച്ചാൽ ഐഡൻറ്റി തന്നെയാണ്, പക്ഷേ ഈ n എന്ന് പറയുന്നത് n-1 വലിയ നമ്പറാണല്ലോ n എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയെങ്കിൽ ഈ a⁻n-1 ശേഷമുള്ള നമ്പറാണല്ലോ a⁻n എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനിടയിൽ നിന്ന് ചൂസ് ചെയ്ത a⁻h, a⁻k എന്ന് പറയുന്ന നമ്പറിൽ ഈ എച്ചും കെയും സ്വാഭാവികമായിട്ടും n-നേക്കാൾ ചെറിയ നമ്പറായിരിക്കും. കാര്യം ഇവയുടെ ഇടയിൽ നിന്നല്ലേ നമ്മൾ എടുത്തിരിക്കുന്ന രണ്ട് നമ്പർ. അതായത് എച്ചും കെയും സ്വാഭാവികമായിട്ടും n-നേക്കാൾ ചെറിയ നമ്പറായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഓർമ്മ വേണം. എച്ചും കെയും n-നേക്കാൾ ചെറിയ നമ്പറാണ്. അതാണ് ഈ എഴുതിയിരിക്കുന്നത്. എച്ചും കെയും n-നേക്കാൾ ചെറിയ നമ്പറാണ്. അതിൽ h ആണ് k-യേക്കാൾ വലുത്. ഓക്കെ, h ആണ് k-യേക്കാൾ വലുത്. അന്നേരം ഇങ്ങനൊരു കണ്ടീഷൻ എന്തായാലും ഇവിടെ ഹോൾഡ് ചെയ്യുവേ. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് a⁻h k = e എന്നാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഈ എച്ചും കെയും n-നേക്കാൾ ചെറിയ നമ്പറാണ്. എച്ചും കെയും n-നേക്കാൾ ചെറിയ നമ്പറാണ്. അങ്ങനെയിൽ h-k എന്ന് പറയുന്നതും n-നേക്കാൾ ചെറുതായിരിക്കുമല്ലോ. ഓക്കെ, കാര്യം n-ന് മുമ്പുള്ള രണ്ട് നമ്പേഴ്സാണ് എടുത്തത്. അവയുടെ ഡിഫറൻസ് എന്തായാലും n-നേക്കാൾ ചെറുതായിരിക്കുമല്ലോ. അന്നേരം h-k എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റിയാണ്. അതുകൂടാതെ അത് n-നേക്കാൾ ചെറിയ നമ്പറുമാണ്. n-നേക്കാൾ ചെറിയൊരു നമ്പർ a-യുടെ പവറിൽ വന്നപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി. n-നേക്കാൾ ചെറിയൊരു നമ്പർ a-യുടെ പവറിൽ വന്നപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി. അതൊരു കോൺട്രഡിക്ഷനാണ്. കാര്യം ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതാ a⁻n = e ആണ്, വേറെ n ഈസ് ദ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. അതായത് a⁻n എയുടെ പവറിൽ ഏറ്റവും ചെറിയ ഇൻറ്റിജർ ആയ n വരുമ്പോഴാണ് e ആകുന്നത്. ഓക്കെ, എയുടെ പവറിൽ അല്ലെങ്കിൽ എ ഐഡൻറ്റിറ്റി ആകുന്നത് ഏറ്റവും ചെറിയ നമ്പറായ n വരുമ്പോഴാണ്. അതിനേക്കാൾ ചെറിയൊരു നമ്പർ എയുടെ പവറിൽ വന്നാൽ ഐഡൻറ്റിറ്റി കിട്ടില്ലെന്നാണ് അർത്ഥം. ഓക്കെ, പക്ഷേ നമുക്കിപ്പോൾ കിട്ടിയത് n-നേക്കാൾ ചെറിയൊരു നമ്പറിന് എയുടെ പവറിൽ വന്നപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി. അത് തെറ്റാണ്. വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അത് എന്തുകൊണ്ടാണ് കോൺട്രഡിക്ഷൻ കിട്ടിയത്? a⁻h a⁻k ഈക്വൽ ആണെങ്കിൽ എച്ചും കെയും ഈക്വൽ അല്ല എന്നെടുത്തതാണ് നമുക്ക്. അതായത് ഈ അസംഷൻ തെറ്റാണെന്നർത്ഥം. a⁻h a⁻k ഈക്വൽ ആണെങ്കിൽ എച്ചും കെയും ഈക്വൽ ആയേ മതിയാകൂ. ക്ലിയർ ആണല്ലോ? ദാറ്റ് മീൻസ് അതിൻ്റെ കോൺട്രാപോസിറ്റീവ് അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? a⁻h ≠ a⁻k whenever h ≠ k. അതായത് ജിയിലെ രണ്ട് വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജുകളായിരിക്കും. ഓക്കെ ആണല്ലോ? ദാറ്റ് മീൻസ് അതിനർത്ഥം വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് എന്ന് പറഞ്ഞാൽ ജിയിലുള്ള എല്ലാ എലമെൻറ്റും വ്യത്യസ്ത എലമെൻറ്റുകളാണെന്ന് അർത്ഥം. അതായത് ജിയിലുള്ള ഈ എലമെൻറ്റുകളെല്ലാം എന്താണ്? എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണെന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അന്നേരം ജിയിലെ എലമെൻറ്റ്സ് എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജാണ്. അങ്ങനെ നേരത്തെ പോലൊരു മാപ്പ് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ആ മാപ്പ് വെൽ ഡിഫൈൻഡുമായിരിക്കും. കാര്യം വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജാണ്. ഓക്കെ,
അതിന് ഞാനിവിടെ നമുക്ക് തെളിയിക്കാനുള്ള ജി ഐസോമോർഫിക് ടു ഇസഡ് എൻ പ്ലസ് എൻ എന്നാണ്. ഞാൻ സൈ എന്ന് പറഞ്ഞൊരു മാപ്പ് ജിയിൽ നിന്ന് ഇസഡ് എന്നിലോട്ട് ഡിഫൈൻ ചെയ്യുന്നു. നേരത്തെ അതേപോലെ തന്നെ കാര്യം ഇവിടുത്തെ സ്ട്രക്ചറും അങ്ങനെ തന്നെയാണ്. ജിയിൽ എലമെൻറ്റ് എ റൈസ് ടു ഇൻറ്റിജർ എന്നുള്ള ഫോമിൽ അത് മാപ്പ് ചെയ്യുന്നത് ഇസഡ് എന്നിലെ ഒരു ഇൻറ്റിജറിലോട്ടാണ്. അന്നേരം സൈ ഓഫ് എ റൈസ് ടു ഐ ഈക്വൽ ടു ഐ എന്നൊരു മാപ്പ് ഞാൻ ഡിഫൈൻ ചെയ്തു. വേർ ഐ എന്ന് വെച്ചാൽ എന്താണ് കാര്യം, ഇത് ജിയിൽ എലമെൻറ്റാണ് ഇസഡ് എന്നിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. ഇസഡ് എന്നിൽ എലമെൻറ്റാണ് ഐ. ഇസഡ് എന്നിൽ എലമെൻറ്റ് കൗണ്ട് എത്രയാണ്? 0 തൊട്ട് 0, 1, 2, 3 എക്സ്ട്രാ അപ് ടു എവിടം വരെയാണ് n-1 വരെ. സോ ഐ വേരീസ് ഫ്രം 0, 1, 2, 3 എക്സ്ട്രാ അപ് ടു n-1. ഓക്കെ, ദെൻ ക്ലിയർലി സൈ ഈസ് വെൽ ഡിഫൈൻഡ്. ഓൾറെഡി പറഞ്ഞു 1, 1 ആയിരിക്കും, ഓൺ 2 ആയിരിക്കും. 1, 1, ഓൺ 2 തൊട്ട് മുമ്പത്തെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തല്ലോ, അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് എക്സാമിനേഷൻ ഇത് രണ്ടും കൂടെ ചേർത്ത് വയ്ക്കുകയാണെങ്കിൽ അത് ഒരു വട്ടം എഴുതിയാൽ മതി. ഇവിടെ ഇങ്ങനെ എഴുതിയാലും മതിയാകും. അത് എഴുതി കാണിക്കണം നിർബന്ധമില്ല. ഓക്കെ, ഇനി ഒന്നും കൂടെ ഒന്ന് എഴുതി കാണിക്കുന്നത് നല്ലതാണ്. ഓക്കെ, എക്സാമിനേഷന് ടൈമൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ 1, 1, ഓൺ 2 എന്നുള്ളത് നേരത്തെ എഴുതി അതേ സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് എഴുതി വെക്കാം. ഓക്കെ, ഇനി നമുക്കടുത്ത ഹോമോമോർഫിസം പ്രോപ്പർട്ടി. ഓപ്പറേഷൻ പ്രിസിഫൈങ് ആണെന്ന് തെളിയിക്കണം. അതിന് നേരത്തെ പോലെ എന്താണ് സൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് സൈ ഓഫ് എക്സ് പ്ലസ് സൈ ഓഫ് വൈ എന്ന് തെളിയിക്കണം. സൈ ഓഫ് വൈ സൈ ഓക്കെ, സൈ ഓഫ് എക്സ് പ്ലസ് സൈ ഓഫ് വൈ എന്ന് തെളിയിക്കണം. ഇവിടെ ഫസ്റ്റ് ജി എന്ന് പറയുന്ന ഗ്രൂപ്പാണ്. അവിടുത്തെ ഓപ്പറേഷൻ നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് സൈ ഓഫ് ഞാനിവിടെ മൾട്ടിപ്ലിക്കേഷൻ അസ്യൂം ചെയ്തു. ഫൈ ഓഫ് എക്സ് ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു രണ്ടാമത്തെ ഇസഡ് എന്നിലെ ഓപ്പറേഷൻ എന്താണ്? അഡീഷൻ മോഡുലോ എൻ ആണ്. അന്നേരം സൈ ഓഫ് എക്സ് അഡീഷൻ മോഡുലോ എൻ സൈ ഓഫ് വൈ എന്നുള്ള ഫോമിൽ വേണം, ഇത്തരത്തിൽ വേണം നമ്മൾ തെളിയിക്കാനായിട്ട്. ഓക്കെ, അന്നേരം ഇതാണ് ജനറലായിട്ട് ഞാൻ പറഞ്ഞതാണ്. അന്നേരം നമുക്ക് ഈ എക്സും വൈ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റാണ്? ഗ്രൂപ്പിലെ എലമെൻറ്റാണ്. ജി എന്ന് പറയുന്ന ഡൊമൈനിലെ എലമെൻറ്റാണ്. അന്നേരം ജിയിലെ എലമെൻറ്റ് ഫോം എങ്ങനെയാണ്? എ റൈസ് ടു ഐ എന്നുള്ള ഫോമിലാണ്. അത് നമുക്ക് തെളിയിക്കാനുള്ളത് സൈ ഓഫ് എ റൈസ് ടു ഐ ഇൻറ്റു എ റൈസ് ടു ജെ ഈക്വൽ ടു സൈ ഓഫ് എ റൈസ് ടു ഐ അഡിഷൻ മോഡുലോ എൻ സൈ ഓഫ് എ റൈസ് ടു ജെ എന്ന് വേണം തെളിയിക്കാനായിട്ട്. ഓക്കെ, അന്നേരം സൈ ഓഫ് എ റൈസ് ടു ഐ ഇൻറ്റു എ റൈസ് ടു ജെ ഈക്വൽ ടു എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എ റൈസ് ടു എം പ്ലസ് എന്ന് എഴുതാമല്ലോ, എ റൈസ് ടു ഐ പ്ലസ് ജെ. അന്നേരം ഇവിടെ ഐയും ജെ എന്ന് ഐ എന്ന് പറയുന്നത് എവിടുത്തെ എലമെൻറ്റാണ്? ഐ ഇസഡ് എൻ എലമെൻറ്റാണ്. ഓക്കെ, ഇസഡ് എൻ എലമെൻറ്റാണ്. അതുപോലെ തന്നെയല്ലേ ജെയും ഇസഡ് എൻ എലമെൻ്റ് ആണല്ലോ. രണ്ട് ഇസഡ് എന്നിലെ എലമെൻറ്റ്സ് ആഡ് ചെയ്യുമ്പോൾ ഇസഡ് എന്നിന് പുറത്തുള്ള നമ്പർ വേണമെങ്കിൽ വരാം. അങ്ങനെയെങ്കിൽ എന്തോ ചെയ്യണം? അതിനെ വീണ്ടും ആ ഇസഡ് എന്നിലോട്ട് റെഡ്യൂസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ Z5 ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. Z5 എലമെൻറ്റ് 0, 1, 2, 3, 4 ആണല്ലോ. ഓക്കെ, ഇതിൽ രണ്ട് എലമെൻറ്റ് ഞാൻ എടുക്കുന്നു, 3ഉം 4ഉം. 3ഉം 4ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരുന്നത്? ഓക്കെ, 3 + 4 വിച്ച് ഈസ് ഈക്വൽ ടു 7 എന്നാണ് വരുന്നത്. 7 Z5 എലമെൻ്റ് ആണോ? അല്ല. ഓക്കെ, Z5 പുറത്തുള്ള എലമെൻ്റ് ആകാം, പക്ഷേ നമുക്ക് Z5 എലമെൻറ്റിലോട്ട് മാറ്റണം. അതിന് വേണ്ടിയിട്ട് എന്തോ ചെയ്യണം? മോഡ് 5 അപ്ലൈ ചെയ്താൽ മതി. Z5 അല്ലേ, Z5 ആവുമ്പോൾ മോഡിലോ 5 അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഏതാണോ അവിടെ തന്നിരിക്കുന്നത് ആ മോഡിലോ. ഇപ്പോൾ Z10 ആണെങ്കിൽ മോഡിലോ 10 അപ്ലൈ ചെയ്യുക. ഓക്കെ, Z3 ആണെങ്കിൽ മോഡിലോ 3 അപ്ലൈ ചെയ്യുക. ഓക്കെ, എന്നാലും 7നെ മോഡിലോ 5ലോട്ട് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്? അതായത് 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ അതാണ്. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടുന്നത്? 2 കിട്ടും. അത് 2 മോഡ് 5 എന്ന് വരും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതുകൊണ്ടാണ് ഈ ഐ പ്ലസ് ജെ എന്ന് പറയുന്ന സാധനത്തിന് നമുക്ക് ഒരു പക്ഷേ എന്നിനേക്കാൾ വലിയ നമ്പറാകാം. ഇസഡ് എൻ അല്ലേ ഗ്രൂപ്പ്, എന്നിനേക്കാൾ വലിയ നമ്പറാകാം. അങ്ങനെയിൽ ആ കിട്ടുന്ന ക്വാണ്ടിറ്റിയെ മോഡിലോ എന്നിലോട്ട് കൺവേർട്ട് ചെയ്യണം. അതാണ് അത് എഴുതിയിരിക്കുന്നത്. ഐ പ്ലസ് ജെ ഈസ് ഈക്വൽ ടു കെ മോഡ് എൻ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. അതാണ് അതിൻ്റെ ആക്ച്വൽ മീനിങ്. ഓക്കെ, ഐ പ്ലസ് ജെ എന്ന് വെച്ചാൽ കെ മോഡ് എൻ ആണ്. ക്ലിയർ ആണല്ലോ. അതായത് എക്സാമിനേഷൻ എഴുതിക്കോണം സൈ ഓഫ് എ റൈസ് ടു ഐ പ്ലസ് ജെ വേർ ഐ പ്ലസ് ജെ ഈക്വൽ ടു കെ മോഡ് എൻ എന്നല്ലെങ്കിൽ ഐ പ്ലസ് ജെ ഈസ് കോൺഗ്രുവൻ്റ് കെ മോഡ് എൻ എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അന്നേരം ഐ പ്ലസ് ജെ എന്ന് വെച്ചാൽ കെ ആണ് മോഡിലോ എന്നിൽ. അന്നേരം ഞാൻ ഐ പ്ലസ് ജെക്ക് വരും കെ എന്ന് കൊടുത്തു. സൈ ഓഫ് എ റൈസ് ടു കെ. സൈ ഓഫ് എ റൈസ് ടു കെ എന്ന് വെച്ചാൽ എന്താണ്? സൈ ഓഫ് എ റൈസ് ടു ഐ എന്ന് വെച്ചാൽ ഐ ആണ്. സൈ ഓഫ് എ റൈസ് ടു കെ എന്ന് വെച്ചാൽ കെ ആണ്. കെ എന്ന് വെച്ചാൽ എന്താണ്? കെ എന്ന് വെച്ചാൽ വീണ്ടും നമുക്ക് മാറ്റാം. കെ എന്ന് വെച്ചാൽ മോഡിലോ എൻ, അതായത് അഡിഷൻ മോഡിലോ എൻ. ഐൻ്റെയും ജെയിൻ്റെയും അഡിഷൻ മോഡിലോ എന്നാണ്, മോഡ് എന്നാണ് കെ എന്ന് പറയുന്നത്. ഐൻ്റെയും ജെയിൻ്റെയും അഡിഷൻ മോഡിലോ എന്നാണ് കെ എന്ന് പറയുന്നത്. അതായത് മോഡ് എന്നാണ് കെ എന്ന് പറയുന്നത്. അതിന് കെയ്ക്ക് വരെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ഐ അഡിഷൻ മോഡിലോ എൻ ജെ എന്ന് എഴുതാം. കാര്യം ഐയുടെയും ജെയുടെയും അഡിഷൻ മോഡിലോ എന്നാണ് കെ എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ഐ എന്ന് പറയുന്നത്? ഐ എന്ന് വെച്ചാൽ നമുക്ക് സൈ ഓഫ് എ റൈസ് ടു ഐ എന്ന് എഴുതിക്കൂടെ? ജെ അതുപോലെ സൈ ഓഫ് എ റൈസ് ടു ജെ എന്ന് എഴുതിക്കൂടെ? അന്നേരം ഐക്കും ജെയ്ക്കും കൂടെ ഞാൻ അങ്ങനെ കൊടുത്തു.
സൈ ഓഫ് എ റേസ് ടു ഐ അഡിഷൻ മോഡുലോ എൻ സൈ ഓഫ് എ റേസ് ടു എ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഇങ്ങനെയാണ് സൈ ഓഫ് എ റേസ് ടു ഐ ഇൻറ്റു എ റേസ് ടു എ വിച്ച് ഈസ് ഈക്വൽ ടു സൈ ഓഫ് എ റേസ് ടു ഐ അഡിഷൻ മോഡുലോ എൻ സൈ ഓഫ് എ റേസ് ടു എ എന്നാണ് കിട്ടേണ്ടത്. അങ്ങനെ കിട്ടി. സോ ഹോമോമോർഫിസം പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതിനർത്ഥം സൈ എന്ന് പറയുന്നത് ഒരു ഐസോമോർഫിസമാണ്. എവിടെ നിന്ന് എങ്ങോട്ട്? ജിയിൽ നിന്നും ഇസഡിലോട്ട്. ദാറ്റ് മീൻസ് ഈ രണ്ട് ഗ്രൂപ്പുകളും പരസ്പരം ഐസോമോർഫിക് ആണെന്നർത്ഥം. ക്ലിയർ ആണല്ലോ? അതിന് വളരെ പ്രധാനപ്പെട്ട രണ്ട് സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ തിയറത്തിൽ പറഞ്ഞിരുന്നത്. ജി ഒരു സൈക്ലിക് ഗ്രൂപ്പാണ്, അതിൻ്റെ ജനറേറ്റർ എ ആണ്. ആ ഗ്രൂപ്പിൻ്റെ ഓർഡർ ഇൻഫൈനൈറ്റ് ആണെങ്കിൽ മസ്റ്റായിട്ടും അത് ഇസഡ് പ്ലസ് എൻ ഐസോമോർഫിക് ആയിരിക്കും. ഇനി ആ ഗ്രൂപ്പ് ഫൈനൈറ്റ് ഗ്രൂപ്പാണ്, അതിൻ്റെ ഓർഡർ എൻ ആണെങ്കിൽ ആ ഗ്രൂപ്പ് ഇസഡ് എൻ പ്ലസ് എന്നിന് ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതിനെ കാര്യം നന്നായിട്ടൊന്ന് മനസ്സിലാക്കുക. എക്സാമിനേഷൻ വേണമെങ്കിൽ ചോദിക്കാം. ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ. താങ്ക് യു.